നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL തുടങ്ങാൻ ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ 2020 ക്രിക്കറ്റ് ആരാധകർ മൊത്തം ഒരു വെടിക്കെട്ട്, 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ട്, ഒരു പൂരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരാധകരുടെ വശത്ത് അങ്ങനെ ആകുമ്പോൾ ടീമുകളും അവർ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ BCCI മറ്റ് ചില പദ്ധതികളുണ്ട്. BCCIക്ക് ഇത്തവണത്തെ IPL വെറുതെ ഒരു ടൂർണമെൻ്റ് എന്നതിനപ്പുറത്തേക്ക് ഭാവി ഇന്ത്യൻ ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത്തവണത്തെ IPLനെ BCCI കാണുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 2027 ഏകദിന ലോകകപ്പും 28 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സും ഒപ്പം തന്നെ 2020 ലോകകപ്പ് 28 നടക്കും, 2028. ഇങ്ങനെ 3 ഇവൻറ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ IPLനെ പോകാനാണ് BCCI ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ആദ്യം ചെയ്യുന്നത് 2027 ഏകദിന ലോകകപ്പിനെയാണ് BCCI ഇതിൽ പ്രധാനമായിട്ടും ആദ്യം പരിഗണിക്കുന്നത്. അതിന് ആ ടീമിന് BCCI ഈ 2027 ഏകദിന ലോകകപ്പിന് പോകുന്നതിനായി 20 അംഗ കളിക്കാരുടെ ഒരു പട്ടിക രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് ലോകകപ്പിന് പരിഗണിക്കേണ്ട 20 കളിക്കാരുടെ ഒരു പട്ടിക. അപ്പോൾ ഈ 20 കളിക്കാർ എങ്ങനെയാണ് ഇത്തവണത്തെ IPLൽ പെർഫോം ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സെലക്ടർമാരോട് വ്യക്തമായ നിർദ്ദേശം BCCI നൽകിയിട്ടുണ്ട്. ഓരോ സെലക്ടറോടും നേരിട്ട് IPLലെ നേരിട്ട് കളികൾ കാണുക, പരമാവധി കളികൾ കാണുക, ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു കളിയെങ്കിലും കാണുക, ആഴ്ചയിൽ ഒരു കളിയെങ്കിലും നേരിട്ട് കാണുക, മൈതാനത്ത് ചെന്ന് കളി കാണുക. ബാക്കി എല്ലാ കളികളും TV-യിലെങ്കിലും നിർബന്ധമായും കാണണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സെലക്ടർമാർ ഈ കളിക്കാരുടെ ഈ 20 അംഗ പട്ടികയിലുള്ള കളിക്കാരെ കൃത്യമായി ക്ലോസ് ഒബ്സർവേഷൻ, അതായത് വളരെ അടുത്തു നിന്ന് നിരീക്ഷിക്കും എന്ന് തന്നെയാണ് വിവരം. ആ 20 അംഗ പട്ടികയിൽ വിരാട് കോഹ്ലിയുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്, ശുഭ്മാൻ ഗില്ലുണ്ട്, ഹാർദിക് പാണ്ഡ്യയുണ്ട്, അർഷ്ദീപ് സിംഗ് ഉണ്ട്, ഋഷഭ് പന്ത് ഉണ്ട്, KL രാഹുലുണ്ട്, അക്സർ പട്ടേലുണ്ട്. അങ്ങനെ ഒരു 10-13 പേരുടെ പേരുകൾ ഇപ്പോൾ തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അഭ്യൂഹങ്ങളാണെങ്കിലും പട്ടികയായിട്ട് പുറത്തു വരുന്നുണ്ട് ഈ ആളുകളെല്ലാം. അപ്പോൾ അത് ഈ 20 പേരുടെ ഈ 20 അംഗ പട്ടിക കൃത്യമായി ഇതിലെ കളിക്കാരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, നിരീക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പം ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകം നോക്കണം എന്ന് BCCI നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ജസ്പ്രീത് ബുംറയുണ്ട്, മുഹമ്മദ് സിറാജ് ഉണ്ട്, അർഷ്ദീപ് സിംഗ് ഉണ്ട്, അക്സർ പട്ടേലുണ്ട്. ഈ ആളുകളെല്ലാം കൃത്യമായിട്ട് പിന്നെ പ്രസിദ്ധ് കൃഷ്ണയൊക്കെ പട്ടികയിലുണ്ട്. അപ്പോൾ ആ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കളിക്കാരെ മുഴുവൻ കൃത്യമായി നിരീക്ഷിക്കാൻ സെലക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബാറ്റർമാരും. ഓൾറൗണ്ടർ, ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടറാണ്, ശുഭ്മാൻ ഗില്ലുണ്ട്, അതുപോലെ ഋഷഭ് പന്ത്, KL രാഹുൽ, അങ്ങനെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം, സഞ്ജു സാംസൺ, ഇങ്ങനെ പ്രധാനപ്പെട്ട ബാറ്റർമാരെല്ലാം ഏകദിന ലോകകപ്പിൽ 2027 ഏകദിന ലോകകപ്പിലേക്ക് ഇന്ത്യ BCCI പരിഗണിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലേക്ക്. അപ്പോൾ അത്തരം ആളുകളെല്ലാം ഈ 20 അംഗ കളിക്കാരെ, 20 അംഗ പട്ടികയിലുള്ള കളിക്കാരെ പൂർണ്ണമായും നിരീക്ഷിക്കണം. അവർ എങ്ങനെ കളിക്കുന്നു, അവരുടെ ഫിറ്റ്നസ് എന്താണ് എന്നതെല്ലാം വ്യക്തമായി നിരീക്ഷിക്കണമെന്ന് സെലക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ IPL വെറുതെ ഒരു IPL അല്ല, ഭാവിയിലേക്ക് കൂടി നോട്ടമിട്ടുകൊണ്ടുള്ള ഒരു IPL ആണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.